Hello friends, welcome to Ishan and Spices. ഇന്ന് നമ്മൾ ഓണത്തിന്റെ അടുത്തൊരു വിഭവമാണ് കാണാൻ പോകുന്നത്. ഇന്ന് ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അച്ചാർ ചെയ്യാൻ ഞാനിവിടെ ആദ്യം മാങ്ങ അച്ചാറാണ് ചെയ്യുന്നത്. മാങ്ങ അച്ചാറിന് എഴുതിയിട്ട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്ത് തലേ ദിവസമേ അല്പം ഉപ്പിട്ട് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊന്നും നനച്ചിട്ടില്ല, ഉപ്പ് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അല്പം കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പ് അപ്പം തന്നെ ഇട്ട് ചെയ്താലും മതിയാവും. പക്ഷെ നേരത്തെ ഇട്ട് വെച്ചിരുന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി കിട്ടും, മാങ്ങയുടെ കടുപ്പൊന്ന് മാറി കിട്ടും, പച്ചമാങ്ങയുടെ. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കണം. എൻ്റെ മുളക് പൊടിക്ക് അത്ര എരിവില്ല, കളർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാരണമാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നത് അവരവരുടെ മുളക് പൊടിയുടെ എരിവനുസരിച്ചാവാം. നന്നായിട്ടൊന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് താളിച്ചൊഴിക്കുക മാത്രമേ ഉള്ളൂ. നമ്മുടെ അച്ചാർ റെഡിയാവും. അച്ചാർ റെഡിയാക്കുമ്പോഴത്തേക്കും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിലൊന്നും അല്പം പോലും വെള്ളം ഉണ്ടായിരിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നറിലായിരുന്നാലും പാത്രത്തിലായിരുന്നാലും അല്പം പോലും നനവുണ്ടായിരിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്പമെങ്കിലും നനവുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഞാൻ വിനീഗറോ വേറെ പ്രിസർവേഷനോ ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം ഡ്രൈ ആയിട്ട് സൂക്ഷിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പോട്ടിലോട്ട് നമ്മൾ വേറെ പ്രിസർവേഷൻ ഒന്നും യൂസ് ചെയ്യാത്തത് കാരണം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അളവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ മാങ്ങ അച്ചാറിന് ഇത്തിരി കടുക് കൂടുതലിടും. കടുകാണ് അതിൻ്റെ പ്രിസർവേഷൻ കരുതിയിട്ട് നമ്മൾ അത് പ്രിസർവേഷനായിട്ട് ആക്ട് ചെയ്യും. സോ കടുക് ഞാൻ ഒരു 2 സ്പൂണോളം കടുക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയാണ് ഇവിടെ യൂസ് ചെയ്യണത്. കറിവേപ്പിലയും വെള്ളത്തിൽ നനച്ച് അപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യില്ല, ഓൾറെഡി കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ പച്ചമുളകും ഞാൻ യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മളെ വറ്റൽ മുളകാണ് നമ്മൾ യൂസ് ചെയ്യണത്. വറ്റൽ മുളകൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാങ്ങയും ഇതിലോട്ടൊന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. മാങ്ങ ഇടുമ്പോഴത്തേക്കും തന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യും ഞാൻ. പിന്നെ ഒരുപാട് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും വയ്ക്കില്ല. ഒരുപാട് മാങ്ങ കുക്കായി പോയാൽ അങ്ങനെ അങ്ങനെ ഒരുമാതിരി കുഴഞ്ഞു പോവും. ആ സ്റ്റേജ് കൊള്ളൂല മാങ്ങയ്ക്ക് എപ്പോഴും. എനിക്കത് ഇഷ്ടമില്ല. ഈ ഒരു സ്റ്റേജിലാകുമ്പോഴത്തേക്ക് ഞാനങ്ങ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കും. മാങ്ങ എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് ആ മാങ്ങയുടെ ടേസ്റ്റ്. അല്ല, അച്ചാർ ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യും. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം നമ്മൾ ചൂടാറാൻ കരുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതേ സമയം നമുക്ക് ഇനി അടുത്ത പിക്കിൾ ചെയ്യാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാരങ്ങയാണ്. നാരങ്ങയ്ക്ക് വേറെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്റ്റൻ്റായിട്ട് നമ്മളിപ്പോൾ എങ്ങനെ കിട്ടുമോ അതുപോലെയാണ് എടുത്ത് ചെയ്തിട്ടുള്ളത്. സോ നാരങ്ങ അച്ചാറിന് കരുതിയിട്ട് ഞാനിവിടെ നാരങ്ങ വാഷ് ചെയ്തെടുത്തത്. ഇപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട്. ചൂടാക്കുമ്പോഴത്തേക്ക് 2 ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ പുറത്തുള്ള വെള്ളം എല്ലാം പോയി കിട്ടും. പിന്നെ അതിൻ്റെ ആ കയ്പ്പ് ചുവയെന്ന് മാറിക്കിട്ടും. ഇതേപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞാനിപ്പോൾ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിലുള്ള എല്ലാ കയ്പ്പും അങ്ങ് ഇറങ്ങിപ്പോവും. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നാരങ്ങ ആയത് കാരണം അത്രത്തോളം കയ്പ്പ് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഇളം പഴുത്തതാണ് അല്ലെങ്കിൽ അല്പം പച്ച ചവയുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കയ്പ്പും അതിൽ നിന്ന് അങ്ങനെ ഇളകിപ്പോവും. നമ്മൾ നാരങ്ങ അച്ചാർ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് വിനീഗറോ വേറെ എന്തെങ്കിലും പ്രിസർവേഷനോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. ഓൾറെഡി നമ്മുടെ നാരങ്ങ തന്നെ സിട്രിക് ആസിഡ് അല്ലേ, പിന്നെ തന്നെ നമ്മൾ വീണ്ടും ഒരു സിട്രിക് ആസിഡ് ഉപയോഗിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അച്ചാർ ചീത്തയായി പോവും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ മാത്രമേ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മളിപ്പോൾ സ്പൂണായിരുന്നാലും ഇല്ല വേറെ പാത്രത്തിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലൊക്കെ
വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടായി പോവും. അല്ലെങ്കിൽ നന്നായിട്ട് വിനീഗറൊക്കെ ഉപയോഗിക്കണം. വിനീഗർ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും. എവിടെയെങ്കിലും ഒരുപാട് വേണം എന്നുള്ള സ്ഥലത്ത് മാത്രമേ, ഒഴിച്ചുവിടാൻ പറ്റൂല എന്നുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ വിനീഗർ ഉപയോഗിക്കാറുള്ളൂ. ഇതിങ്ങനെ നന്നായിട്ട് കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്കും ഇതിന് നമുക്ക് അറിയാൻ പറ്റും, നന്നായിട്ട് ആ കറുത്ത കളറൊക്കെ അങ്ങ് ഇളകി വരും. അത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ തുണിയോ വെച്ച് തുടച്ചു കൊടുക്കണം. അതിന് നനവും ഒരുമാതിരി കറുത്ത സൈഡൊക്കെ ആയിരിക്കും, അതിനെ നന്നായിട്ട് അങ്ങ് തുടച്ചു കൊടുക്കണം. അല്പം പോലും നനവ് കാണരുത്. എൻ്റെ കയ്യിൽ ഇവിടെ നനവിരിപ്പുണ്ട്, പക്ഷെ ഉൾഭാഗത്തൊന്നും നനവില്ല. ഇപ്പോൾ ഇതിനെ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യാൻ കരുതിയിട്ട് സിസർ ഉപയോഗിച്ച് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം 2ആയിട്ട് വേണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിടാം, അല്ല 4ആയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. ഞാനിവിടെ ഒരു 6ആയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇതിൻ്റെ ജ്യൂസ് ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിലൊക്കെ നനവില്ലാതിരുന്നു കഴിഞ്ഞാൽ ജ്യൂസൊക്കെ നന്നായിട്ട് നമുക്ക് ഈ അച്ചാറിന് തന്നെ ഉപയോഗിക്കാം. ഇത് വീണ്ടും നമ്മളിത് കട്ട് ചെയ്ത പീസസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയ പ്രോസസ്സ് തന്നെ കായം ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് ഇനി കുറച്ച് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ മുളക് പൊടി പിടിച്ചിട്ട് നന്നായിട്ടിരിക്കും. ഇനി നമുക്ക് വീണ്ടും പഴയതുപോലെ താളിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടുത്ത അച്ചാർ ഇവിടെ റെഡിയായി. അച്ചാർ എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാതെ 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് നന്നായിരിക്കും. സോ ഞാൻ ഓണത്തിന് മുമ്പായിട്ട് തന്നെ ഈ അച്ചാറുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നുണ്ട്, ഓണത്തിന് ഉപയോഗിക്കാൻ കരുതിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ബാക്കിയുള്ളത് അതിന് ശേഷം ഉപയോഗിക്കും. പക്ഷേ ഒന്നും കേടുകൂടാതെ ഇരിക്കും. നമ്മളിപ്പോൾ വെള്ളമൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കേടുകൂടാതെ ഇരിക്കും. ഇതിപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ആ പാത്രം വെച്ചിട്ടുണ്ട്. ഒന്ന് കടുക് പൊട്ടിച്ച് വീണ്ടും കറിവേപ്പില, അതുപോലെ നമ്മളെ വറ്റൽമുളക്. ചിലർ അച്ചാറിൽ ഉള്ളിയൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉള്ളി ഇടാനൊന്നും ആവശ്യമില്ല. ഉള്ളി ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഉള്ളിയോ വെളുത്തുള്ളിയോ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആവണത് വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മാങ്ങയോ നാരങ്ങയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇതിൻ്റെ അടുത്ത് വെളുത്തുള്ളി ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ കാന്താരി മുളക് ഇടാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച്. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് അത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഇഞ്ചിയും ചെയ്യുന്നുണ്ട്, ഇഞ്ചി പൊടിയും ചെയ്യുന്നുണ്ട്, ഇഞ്ചി കറിയും ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ സദ്യയ്ക്ക് ഉപയോഗിക്കാൻ കരുതിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പീസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം ഓൾറെഡി ഇത് 2 നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലും കാർഡിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. എല്ലാവരും പോയി അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒന്ന് ഓടിച്ച് പറയാം. ജസ്റ്റ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഞാനിവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളി, അതുപോലെ തന്നെ അല്പം വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അല്പം എണ്ണ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്.
അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പെരുംജീരകം, കറിവേപ്പില ഇതൊക്കെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണുണ്ട്. ഇതിനടുത്ത് കുരുമുളക് ഇടാം, അതൊക്കെ അവരവരുടെ ഇഷ്ടവും ടേസ്റ്റും അനുസരിച്ച്. ഇങ്ങനെ ഈ ഫ്രൈ ചെയ്ത് വെക്കുന്ന സാധനം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിനി മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ വറ്റൽ മുളക് ചേർത്താലും മതി. പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഞാനിതിൻ്റെ പകുതി എടുത്ത് ഇഞ്ചി പൊടിയായിട്ട് യൂസ് ചെയ്യും, ബാക്കി പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും, നന്നായിട്ടൊന്ന് വറ്റുന്നതുവരെ വേവിച്ചെടുക്കും. ഇതിവിടെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒന്ന് പുളി ചേർത്തൊന്ന് വേവിച്ചെടുക്കുന്നത് നമ്മുടെ ഇഞ്ചിക്കറി. ഇതേ സമയത്ത് തന്നെ ഞാൻ അവിടെ നാരങ്ങ തോല് മാത്രം വെച്ചിട്ട് ഒരു അച്ചാർ ചെയ്തിട്ടുണ്ട്. നാരങ്ങ ഞാൻ തോല് ഈ നമ്മൾ ജ്യൂസ് ചെയ്തിട്ട് വരുന്ന തോലൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല, എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് അതിനെ ഡ്രൈ ചെയ്ത് കുറേ റെസിപ്പീസ് ചെയ്യും. അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ കരുതിയിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യണില്ല. പക്ഷേ ആ അച്ചാർ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ. നാരങ്ങയുടെ തോല് വെച്ചിട്ട് നല്ല ഫ്രാഗ്രൻസ് കിട്ടാൻ കരുതിയിട്ട്, തറ തുടയ്ക്കാൻ കരുതിയിട്ട് അത് ഞാൻ ഉപയോഗിക്കും. അതുപോലെ മുഖത്തിടാനുള്ള നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യും. നാരങ്ങയുടെ തോല് വെച്ചിട്ട്, ഡ്രൈ ചെയ്ത തോല് വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ കുറേ റെസിപ്പീസ് ഉണ്ട്, ഞാൻ എല്ലാം കൂടെ കമ്പയർ ചെയ്തൊരു വീഡിയോ ആയിട്ട് ഇടാൻ കരുതിയിട്ട് ഇപ്പോൾ ചെയ്യണ അച്ചാർ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യണില്ല. സോ ഇതുപോലെ നിങ്ങൾക്ക് നെല്ലിക്ക ചെയ്യാം, ഇല്ല വെളുത്തുള്ളി ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് അച്ചാർ ചെയ്യാം. പക്ഷേ അച്ചാറിന് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ഡ്രൈ ആയിട്ട് എല്ലാ സംഭവങ്ങളും ഡ്രൈ ആയിട്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ച് അത് പറയാനുള്ളത് കാരണം വേറെ പ്രിസർവേഷനൊന്നും യൂസ് ചെയ്യാത്തത് കാരണം നമ്മൾ ഡ്രൈ ആയിട്ട് കണ്ടെയ്നേഴ്സ് എല്ലാം സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മാങ്ങ അച്ചാറിന് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി കണ്ടെയ്നറിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിക്കറി തണുത്ത് അതും ഞാൻ കണ്ടെയ്നറിലോട്ട് മാറ്റി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അച്ചാറുകൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഓൺ ഇഷാൻ ആൻഡ് സ്പൈസസ്.